മാസ്റ്റർ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചക്ക കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചക്ക ധാരാളമായി കിട്ടുന്ന സമയമാണല്ലോ ഇത്. വരിക്കച്ചക്ക ഉപയോഗിച്ച് നല്ല ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി 1/2 കപ്പ് ഷുഗർ 4 ഗ്രാമ്പൂ കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. ഇനി കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു 1/2 കപ്പ് ഷുഗർ നമുക്കൊരു പാനിൽ എടുക്കാം. ഇത് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ കേക്കിന് എടുക്കുന്നത് പോലെ 1 കപ്പ് ഷുഗർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ പകുതി കാരമലൈസ് ചെയ്തെടുക്കുന്നത് നല്ലൊരു കളറും ഒരു പ്രത്യേക രുചിയും കൂടി ഈ കേക്കിന് കിട്ടുന്നതിന് വേണ്ടിയാണ്. നന്നായി മെൽട്ടായി വന്ന ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അല്പം തിളച്ച ശേഷം ഈ രീതിയിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. ബീറ്ററിൻ്റെ പോലും ആവശ്യമില്ല. എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മാറ്റിവെക്കാം. അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊടിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. നന്നായി പതഞ്ഞു കിട്ടുന്നതിന് ഹൈ സ്പീഡിൽ വേണം അടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രാമ്പൂ ചേർത്ത് പൊടിച്ചു വെച്ച ഷുഗർ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. നേരത്തെ കാരമലൈസ് ചെയ്തു വെച്ച ഷുഗർ ചൂടാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ തന്നെ മാറിയിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? നോക്കിയേ, ലൈറ്റ് ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ കുരു കളഞ്ഞ 10 ചുളകൾ അടിച്ചെടുക്കാം. ഒട്ടും തരികളില്ലാത്ത വിധം അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ഈ ചക്ക പേസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെച്ച ബൗളിലേക്ക് ഒരു സ്പാറ്റുല കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം. കേക്കിൽ ചേർക്കുന്നതിന് കുറച്ച് നട്ട്സ് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മൈദ ചേർത്ത് മിക്സ് ആക്കുന്നുണ്ട്. കേക്കിൽ ചേർക്കുമ്പോൾ നട്ട്സ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപ്പം ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഈ മിക്സ് അല്പം ടൈറ്റായി തോന്നുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് അല്പാൽപ്പം ചേർത്ത് നമുക്ക് കുറച്ച് ലൂസാക്കാവുന്നതാണ്. ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നട്ട്സ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അധികം ചേർത്താൽ നല്ലവണ്ണം രുചി കൂടും. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ആ ട്രേയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാകും. നന്നായി ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കേക്ക് റെഡിയാവാൻ എനിക്ക് 1 മണിക്കൂർ സമയമെടുത്തു. ഫ്ലെയിം അനുസരിച്ച് ടൈം വ്യത്യാസപ്പെടാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ചക്ക കേക്ക് ഇവിടെ റെഡിയായി. ചക്ക സീസണിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ബീറ്ററിൻ്റെ പോലും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.